ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മീനൂസ് ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2ാം ക്ലാസ്സിൻ്റെ മലയാളം പാഠപുസ്തകത്തിലെ 1ാമത്തെ യൂണിറ്റായ മഴയോ മഴ എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് കടന്നാലോ? എന്താണ് പാഠത്തിൻ്റെ പേര്? മഴയോ മഴ. കൂട്ടുകാർ ആ ചിത്രത്തിലേക്കൊന്ന് നോക്കിക്കേ. ആ ചിത്രത്തിൽ എന്താ കാണുന്നത്? കുറച്ച് കൂട്ടുകാർ മഴ നനഞ്ഞ് ചാടി രസിക്കുന്നുണ്ട്. അവിടെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പാടി നോക്കിയാലോ? മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്, മഴ മഴയത്ത് നനയണ്, കുടയില്ലാത്ത കുട്ടിയോള് കുടയില്ലാത്ത കുട്ടിയോള്. എന്താണ് പറയുന്നത്? മഴ പെയ്യുമ്പോൾ പുഴ നിറയുകയാണ്. അതുപോലെ കുട്ടികൾക്ക് കുടയില്ലാത്തത് കൊണ്ട് അവരും മഴയത്ത് നനയുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വരികൾ നോക്കിയാലോ? മഞ്ഞ് മഞ്ഞ് പെയ്യണ്, മണ്ണ് മണ്ണ് കുളിരണ്, മഞ്ഞു മഞ്ഞത്ത് തണുക്കണ്, പുതപ്പില്ലാത്ത കുട്ടിയോള് പുതപ്പില്ലാത്ത കുട്ടിയോള്. മഞ്ഞ് പെയ്യുന്നതിനാൽ മണ്ണിന് നന്നായി കുളിരുന്നുണ്ട്. അതുപോലെ പുതപ്പില്ലാത്ത കുട്ടികൾക്കും മഞ്ഞുകൊണ്ട് നന്നായി തണുക്കുന്നുണ്ട്. ഈ പാട്ട് നമുക്ക് ഒന്നും കൂടെ പാടി നോക്കിയാലോ? മഴ 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 പെയ്യണ്, പുഴ 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 നിറയണ്, മഴ മഴയത്ത് നനയണ്, കുടയില്ലാത്ത കുട്ടിയോള് കുടയില്ലാത്ത കുട്ടിയോള്. മഞ്ഞ് മഞ്ഞ് പെയ്യണ്, മണ്ണ് മണ്ണ് കുളിരണ്, മഞ്ഞു മഞ്ഞത്ത് തണുക്കണ്, പുതപ്പില്ലാത്ത കുട്ടിയോള് പുതപ്പില്ലാത്ത കുട്ടിയോള്. കൂട്ടുകാർക്ക് പാട്ട് ഇഷ്ടമായോ? നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. ഇവിടെ എന്താണ് കാണിച്ചിരിക്കുന്നത്? കൂട്ടുകാർ മഴയത്ത് കളിക്കുകയാണ്. അവർ മഴ നനയുകയാണ്. എന്തുകൊണ്ടാണ് അവർ മഴ നനയുന്നത്? അവർക്ക് കുടയില്ലാത്തത് കൊണ്ടാണ് അവർ മഴ നനയുന്നത്. അപ്പോൾ നമുക്ക് അവർക്കൊരു കുട വരച്ചു കൊടുത്താലോ? കുട വരയ്ക്കാം. കൂട്ടുകാർ ഒരു കുടയുടെ ചിത്രം അവിടെ വരച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ? ഇവിടെ എന്താ എഴുതിയിരിക്കുന്നേ? ഉത്തരം കണ്ടെത്താം. കാലിൽ പിടിച്ചാൽ തോളിൽ കയറും. ആരാണ്? കുട. അതുപോലെ കൂടുതൽ കടങ്കഥകൾ കണ്ടെത്തി എഴുതാം. കാല് പിടിക്കുന്നവനെ സംരക്ഷിക്കും. ഒറ്റക്കാലൻ ചന്തയ്ക്ക് പോയി. മഴയത്തും വെയിലത്തും ആശ്വാസമേകും. ആള് കറുമ്പൻ, പാല് വളമ്പൻ. കാർത്തിക കഴിഞ്ഞാൽ കുട വേണ്ട. കാലൊന്നേയുള്ളൂ, യാത്ര ഏറെ നടത്തും. പറയുമ്പോൾ മഴ പെയ്യുമോ? കുറിപ്പ് വായിക്കാം, പരീക്ഷണം ചെയ്യാം. നമുക്കൊരു പരീക്ഷണം ചെയ്തു നോക്കിയാലോ? ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പിയുടെ അടിഭാഗത്ത് ധാരാളം ചെറിയ സുഷിരങ്ങൾ ഉണ്ടാക്കുക. കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഒരു വശത്തായി മറ്റൊരു ചെറു സുഷിരം കൂടി ഉണ്ടാക്കുക. ബക്കറ്റിലെ വെള്ളത്തിൽ കുപ്പി മുഴുവനായും താഴ്ത്തി വെച്ച് കുപ്പിയിൽ വെള്ളം നിറയ്ക്കുക. ആ ചിത്രത്തിൽ എന്താ കാണിച്ചിരിക്കുന്നേ? 2 കൂട്ടുകാർ പരീക്ഷണം ചെയ്തു നോക്കുകയാണ്. എന്നിട്ട് അവർ എന്താ പറയുന്നേ? പെയ്യട്ടെ മഴ പെയ്യട്ടെ. ശേഷം കുപ്പി ഭദ്രമായി അടയ്ക്കുക. വിരൽ കൊണ്ട് വശത്തെ സുഷിരം അമർത്തി പിടിച്ച് കുപ്പി ഉയർത്തുക. പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറയുമ്പോൾ വിരൽ മാറ്റുക. നിൽക്കട്ടെ മഴ നിൽക്കട്ടെ എന്ന് പറയുമ്പോൾ വീണ്ടും സുഷിരം അടച്ചു പിടിക്കുക. എന്ത് സംഭവിക്കും? പരീക്ഷണം ചെയ്തപ്പോൾ കണ്ട കാര്യങ്ങൾ എഴുതി നോക്കാം. ഞാൻ കണ്ടത് എന്താണ് എഴുതേണ്ടത്? എന്താ കൂട്ടുകാരെ നമ്മൾ അവിടെ കണ്ടത്? പെയ്യട്ടെ മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞ് സുഷിരത്തിൽ നിന്ന് വിരൽ മാറ്റുമ്പോൾ മഴ പെയ്യുന്നതായി കാണാം. നിൽക്കട്ടെ മഴ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് സുഷിരം അടയ്ക്കുമ്പോൾ മഴ പെയ്യുന്നില്ല. പരീക്ഷണം ചെയ്യാൻ ഉപയോഗിച്ച സാധനങ്ങൾ എന്തെല്ലാമാണ്? പ്ലാസ്റ്റിക് കുപ്പി, ബക്കറ്റ്, വെള്ളം, ആണി. ഇന്നലെ പെയ്ത മഴ. അതൊരു പെരുമഴയായിരുന്നു. മഴയ്ക്ക് മുമ്പ് ആകാശമാകെ ഇരുണ്ടു. ശക്തമായ കാറ്റിൽ മരങ്ങൾ ആടി ഉലഞ്ഞു. വലിയ ഇടിയും മിന്നലും വന്നു. ഞാൻ പേടിച്ചു പോയി. സന്ധ്യയും മഴയും ഒന്നിച്ചാണ് വന്നത്. ഇടയ്ക്കിടെ തോർന്നു പിന്നെയും പെയ്തും മഴ ഒരുപാട് നേരം നീണ്ടു. രാത്രിയിൽ നല്ല തണുപ്പുണ്ടായിരുന്നു.
ഉറങ്ങാൻ നല്ല സുഖം. രാവിലെ ഉണർന്നപ്പോൾ മഴ തോർന്നിരിക്കുന്നു. തൊടിയിലെ ചെടികൾക്കെല്ലാം പുതുമഴ കിട്ടിയ സന്തോഷം. വഴിയിലും ഓടയിലും കെട്ടിക്കിടന്ന ചപ്പുചവറുകൾ ഒഴുക്കിക്കളഞ്ഞ് മഴ അവിടെ വൃത്തിയാക്കി. പക്ഷെ എന്തു ചെയ്യാം, എല്ലാ അഴുക്കുകളും വന്നു നിറഞ്ഞത് ഞങ്ങളുടെ മുറ്റത്തായിരുന്നു. മഴയുടെ കുസൃതി ഇത്തിരി കൂടുന്നുണ്ട്. അഭിനയിക്കാം. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നേ? വിറ വിറയണ്, നന നനയണ്, കുളിര് കോരണ്. അവിടെ ആ ചിത്രത്തിൽ ഒരു കുട്ടി ഇരിക്കുന്നത് കണ്ടോ? കുട്ടി മഴ നനഞ്ഞത് കാരണം കുട്ടിക്ക് കുളിര് കോരുന്നുമുണ്ട്, വിറയ്ക്കുന്നുമുണ്ട്. കൂട്ടുകാർ ഒന്ന് അഭിനയിച്ച് നോക്കിക്കേ. ഞാനും മഴയും. ഒരു മഴ അനുഭവം നമുക്ക് എഴുതി നോക്കിയാലോ? ഒരു ദിവസം വൈകുന്നേരം ഞാനും അച്ഛനും കൂടി കടയിൽ സാധനങ്ങൾ വാങ്ങാനായി പുറത്ത് പോയി. കടയിൽ നിന്നപ്പോൾ പെട്ടെന്ന് ആകാശം കറുത്ത മേഘങ്ങൾ കൊണ്ട് മൂടി. നന്നായി കാറ്റ് വീശുന്നുണ്ടായിരുന്നു. കാറ്റത്ത് മരങ്ങൾ ആടിയുലഞ്ഞു. പെട്ടെന്ന് രാത്രി ആയതുപോലെ തോന്നി. പതിയെ ചെറിയ ചാറ്റൽ മഴ പെയ്തു തുടങ്ങി. ഞങ്ങൾ കുട എടുത്തിട്ടില്ലായിരുന്നു. പെട്ടെന്ന് മഴ ഒരു പേമാരിയായി പെയ്യാൻ തുടങ്ങി. കൂടെ ഇടിയും മിന്നലും ഉണ്ടായിരുന്നു. അച്ഛൻ ഉടൻ തന്നെ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവരികയായിരുന്നു. വരുന്ന വഴി തോടും വയലുമെല്ലാം വെള്ളം നിറഞ്ഞ് നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു. മിഠായികളും ബലൂണും കിട്ടാത്തതിനാൽ എനിക്ക് വളരെ വിഷമമായി. അമ്മ എന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. എന്നെ കണ്ടതും അമ്മ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. അമ്മയുടെ ഉമ്മ കിട്ടിയപ്പോൾ എനിക്ക് ബലൂണും മിഠായിയും എല്ലാം വാങ്ങാത്തതിൻ്റെ സങ്കടം ഇല്ലാതായി. അടുത്ത പേജിൽ എന്താ കാണിച്ചിരിക്കുന്നേ? 2 കുട്ടികൾ ഒരു മരത്തിൻ്റെ അടിയിൽ നിൽക്കുകയാണ്. മഴ തുള്ളികൾ അവരുടെ പുറത്തേക്ക് വീഴുന്നുണ്ട്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് നോക്കാം. മഴച്ചൊല്ലുകൾ കണ്ടെത്താം. മഴ തോർന്നാലും മരം പെയ്യും. ഇങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ് കൂട്ടുകാരെ? കൂട്ടുകാർക്കറിയാമോ? മഴ പെയ്തു കഴിഞ്ഞാലും മഴത്തുള്ളികൾ ഇലകളിലും പൂക്കളിലും തങ്ങി നിൽക്കും. കൂട്ടുകാർ മരത്തിൻ്റെ അടിയിൽ ചെന്ന് നിൽക്കുകയാണെങ്കിൽ കാറ്റ് വീശുമ്പോൾ ഈ മഴത്തുള്ളികൾ നിങ്ങളുടെ പുറത്ത് വീഴുന്നത് കാണാം. ഇതുപോലെയുള്ള മഴച്ചൊല്ലുകൾ കേട്ടിട്ടില്ലേ? നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? 1000 വേനലിന് അര മഴ, ഇടവത്തിൽ പാതി വർഷം, അത്തം കറുത്താൽ ഓണം വെളുക്കും, കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പയിലും മാണിക്യം, മഴ പെയ്താൽ പുഴ നിറയും, മഴ നിന്നാൽ മരം പെയ്യും, മഴയുമില്ല വിളവുമില്ല. അടുത്തത് നമുക്ക് ഒരു മഴത്തുള്ളിയുടെ കഥ കേട്ടാലോ? മഴത്തുള്ളി കഥ പറയുമ്പോൾ. കടലിൽ കൂട്ടുകാരോടൊപ്പം തുള്ളി കളിക്കുകയായിരുന്നു ഞാൻ. കൂടെ കളിക്കാൻ ധാരാളം പേർ. വല്ലാത്ത ചൂട്, സഹിക്കാൻ പറ്റുന്നില്ല. ഞാനല്ലാതായി മാറുന്നു. കൂട്ടുകാരോടൊപ്പം ഞാനും ആകാശത്തേക്ക് ഉയർന്നു. ഞങ്ങൾ മേഘങ്ങളിൽ ഒളിച്ചു. ടേ ടേ ഠോ ഠോ. ഞങ്ങൾക്ക് പേടിയായി. കാറ്റ് ആഞ്ഞു വീശി. തണുപ്പ് കൂടി വന്നു. കൂട്ടുകാർക്കൊപ്പം തുള്ളിയായി മഴയായി ഞങ്ങൾ താഴേക്കെത്തി. ഒഴുകി ചാലുകളായി തോട് നിറഞ്ഞു, പുഴ നിറഞ്ഞു. വീണ്ടും ഞങ്ങൾ കടലിലേക്ക്. ഉത്തരം കണ്ടെത്താം. കടലിൽ കളിച്ചത് ആരാണ്? വെള്ളത്തുള്ളികൾ. വെള്ളത്തുള്ളികൾ മേഘങ്ങളിൽ ഒളിക്കാൻ കാരണം എന്താണ്? അവർക്ക് ചൂടായതുകൊണ്ട്. വെള്ളത്തുള്ളികൾ പേടിച്ചതെന്തിന്? ടേ ടേ ഠോ ഠോ എന്ന ഇടിയുടെ ശബ്ദം കേട്ടിട്ട്. കാറ്റ് ആഞ്ഞു വീശിയപ്പോൾ എന്ത് സംഭവിച്ചു? വെള്ളത്തുള്ളികൾ മഴയായി താഴേക്ക് വീണു. അടുത്തത് സംഭാഷണം എഴുതാം. ഇവിടെ കുട്ടിയും മഴത്തുള്ളിയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കിയാലോ? കുട്ടി: മഴത്തുള്ളി മഴത്തുള്ളി, നീ എന്തിനാണ് ആകാശത്തേക്ക് ഉയർന്നത്? അപ്പോൾ മഴത്തുള്ളി എന്തു പറഞ്ഞു? ചൂട് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ്. കുട്ടി: എന്തിനാ നീ പേടിച്ചത്? മഴത്തുള്ളി: ടേ ടേ ശബ്ദം കേട്ടിട്ട്. കുട്ടി: പേടിച്ച നിനക്ക് എന്തു പറ്റി? മഴത്തുള്ളി: ഞാൻ തണുത്തു വിറച്ച് തുള്ളിയായി മഴയായി താഴേക്ക് വീണു. കണ്ടെത്താം, എഴുതാം. എൻ്റെ നാട്ടിലെ ജലസ്രോതസ്സുകൾ
ഏതൊക്കെയാണെന്നാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. പുഴ, കുളം, കിണർ, തടാകം, കടൽ, തോട്. അടുത്ത പേജിലേക്ക് പോകാം. ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. കൂട്ടുകാർ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. എന്താണ് അവിടെ കാണുന്നത്? ഒരു പുഴയുടെ ഒരു വശത്ത് ആ ഫാക്ടറിയിൽ നിന്നും മാലിന്യങ്ങൾ ഒഴുകുന്നുണ്ട്. മറുവശത്തായി കുറച്ച് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു. അത് കാക്കയും മറ്റും വലിച്ച് പുറത്തേക്ക് ഇടുന്നുമുണ്ട്. അതെല്ലാം ആ നദിയിലേക്കാണ് വീഴുന്നത്. അപ്പോൾ ആ നദി വളരെ അധികം മലിനമാക്കപ്പെടുന്നുണ്ട്. അവിടെ തന്നിരിക്കുന്ന പോസ്റ്റർ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കിയാലോ? അരുതേ, മലിനമാക്കരുതേ, ജലസ്രോതസ്സുകൾ നാടിൻ സമ്പത്ത്. ഇതുപോലെ മറ്റൊരു പോസ്റ്റർ വാക്യം നമുക്ക് തയ്യാറാക്കിയാലോ? ജലം സംരക്ഷിക്കൂ, പ്രകൃതിയെ നിലനിർത്തൂ. നമുക്ക് അടുത്ത പേജിലേക്ക് പോയാലോ? നമ്മുടെ നാട്. കുളിരുണരും മലയുടെ നാട്, തെളിയൊഴുകും പുഴയുടെ നാട്, നീലക്കടലലയുടെ നാട്, ഇത് നമ്മുടെ കേരള നാട്. തെങ്ങോല പീലി വിരിച്ചിട്ടാടുക നാടേ മയിലാട്ടം, പനയോല പീലി നിവർത്തി ആടുക നാടേ തിറയാട്ടം. നെൽവയലുകൾ തത്തപ്പച്ച, താഴ്വരയിൽ വാഴപ്പച്ച, കാടിൻ കരി നീലപ്പച്ച, തളിരിലകളും ഇളം പച്ച. പല പച്ചകൾ ചേർത്ത് വരച്ചൊരു ചിത്രം നമ്മുടെ കേരള നാട്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഈണം കൊടുത്ത് ഒന്ന് പാടി നോക്കിക്കേ. കേരളത്തിൻ്റെ എന്തെല്ലാം പ്രത്യേകതകളാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത്? മലകളുള്ള നാട്, കടലലകളുടെ നാട്, പനയോലകളുടെ നാട്, നെൽവയലുകളുടെ നാട്, തെങ്ങോലകളുടെ നാട്. ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത്. ഇനി മറ്റൊരു പാഠഭാഗവുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.